സമകാലികം. വീട്ടുജോലികൾ ഭാര്യയുടെ മാത്രം കടമയല്ല എന്ന് സുപ്രീം കോടതി. ഒരു വിവാഹമോചന കേസ് പരിഗണിക്കവെയാണ് കോടതിയുടെ ഈ പരാമർശം. ഈ വിധിയുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഇതേക്കുറിച്ച് നമ്മളിൽ ഏതാനും പേർ എന്തു പറയുന്നു? കേൾക്കാം ഇന്ന് സമകാലികത്തിൽ. എന്റെ പേര് അനുരാധ ഹരീഷ്. ഇപ്പോൾ കോടതിയുടെ വിധി വന്നിട്ടില്ലേ, വിവാഹം കഴിച്ചു വരുന്ന നിങ്ങളുടെ ഭാര്യ ജീവിത പങ്കാളിയാണ് എന്നുള്ളൊരു റിമൈൻഡർ ആയിട്ടാണ് കോടതി വന്നിരിക്കുന്നത്. ഇതൊക്കെ കോടതി റിമൈൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഭാര്യ ഭർത്താവ് ബന്ധം എന്ന് പറയുന്നത് ഇറ്റ്സ് ഈക്വൽ പാർട്ട്ണർഷിപ്പ് അല്ലേ? അല്ലാണ്ട് ജോലിക്കാരിയും പിന്നെ ശമ്പളക്കാരനായ ഭർത്താവ് ആസ് എ ബോസ് അതല്ലല്ലോ ഒരു ഭാര്യ ഭർത്തു ബന്ധം എന്ന് പറയണത്. അപ്പൊ ഈ കേസില് ഭർത്താവ് ഡിവോഴ്സ് ആവശ്യപ്പെട്ടത് ഭാര്യ വീട്ടുപണിയൊന്നും ചെയ്യുന്നില്ല എന്ന കാരണത്തിലാണ്. പണ്ടൊക്കെ സ്ത്രീകൾ ജോലിക്ക് പോകാറില്ല, അവര് വീട്ടിലിരുന്ന് വീട് നോക്കും, കുട്ടികളെ വളർത്തും. പക്ഷെ ഇപ്പോഴത്തെ കാലം അതല്ലല്ലോ, കാലം മാറിയില്ലേ. ലേഡീസ് ആർ ഓൾസോ ഗോയിങ് ഫോർ വർക്ക്, ദേ ആർ ഓൾസോ ഗെറ്റിംഗ് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ്. ആൻഡ് അവരും ആണുങ്ങളെ മാതിരി തന്നെ വീട്ടിലോട്ട് ടയേർഡായിട്ട് തന്നെയാണ് കയറി വരുന്നത്. ഇപ്പോ രണ്ട് ജോലി ചെയ്യാൻ ആർക്കും താല്പര്യമില്ലല്ലോ. ഓഫീസിലത്തെ ജോലി കഴിഞ്ഞ് വീട്ടിലോട്ട് വന്നിട്ട് എല്ലാ പണിയും തന്നെ ചെയ്യണം എന്ന് പറയണത് ഇറ്റ്സ് നോട്ട് നൈസ് അല്ലേ? അപ്പോ ഇഫ് ദ വൈഫ് ഇസ് ഹെൽപ്ഡ് ബൈ ദ ഹസ്ബൻഡ്, അതൊരു നല്ലൊരു കാര്യമല്ലേ? എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഷീസ് എ വർക്കിംഗ് വുമൺ. അപ്പോ അവള് കാലത്ത് എഴുന്നേറ്റ് വരണേക്കാട്ടും മുമ്പ് അവളുടെ ഹസ്ബൻഡ് എല്ലാ പച്ചക്കറികളും അരിഞ്ഞു വെച്ചിട്ടുണ്ടാവുന്നു. അപ്പോ അവൾ എഴുന്നേറ്റ് വന്ന് കുക്ക് ചെയ്യും, എന്നിട്ട് രണ്ടുപേരും പാചകം ചെയ്തത് ലഞ്ച് പാക്ക് ചെയ്ത് ഓഫീസിലോട്ട് പോവാറാണ് പതിവ്. പക്ഷെ അവള് നോക്കി ഒരു കാര്യം എന്താന്ന് വെച്ചാല്, അവളുടെ അമ്മയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അമ്മയോ വീട്ടിലോട്ട് വന്നാല് ഇത് നടക്കാറില്ലാന്ന്. ബിക്കോസ് അമ്മയായാലും അമ്മായി അമ്മയായാലും രണ്ടുപേരും ഓൾഡ് ജനറേഷനിലത്തെ ആൾക്കാരാണ്. അവർക്ക് ഈ ആണുങ്ങള് അടുക്കളയിൽ കയറി ഹെൽപ്പ് ചെയ്യണതൊന്നും അവർക്ക് ആലോചിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. സത്യം പറഞ്ഞാൽ അവർക്കത് ഇഷ്ടമല്ല എന്നുള്ളതാണ് അതിന്റെ സാരം. അപ്പോ ആദ്യമൊക്കെ അവൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു എന്ന്, ഇവര് പോയി കഴിഞ്ഞാല് ഇദ്ദേഹം ആദ്യം വന്ന് ഹെൽപ്പ് ചെയ്യോ അടുക്കളയിൽ എന്ന്. ബട്ട് ഹി ബീയിങ് ഹൂ ഹി ഈസ്, അവര് പോയി കഴിഞ്ഞാൽ എഗൈൻ അടുക്കളയിൽ കയറി എല്ലാ പച്ചക്കറിയും അരിഞ്ഞു വെക്കും എന്നാ പറഞ്ഞത്. എൻ്റെ ഒരു നോർത്ത് ഇന്ത്യൻ ഫ്രണ്ടിന്റെ കാര്യം. അപ്പോ അവര് ജോയിന്റ് ഫാമിലിയിലാണ് സ്റ്റേ ചെയ്യണത്. ഹസ്ബൻഡും വൈഫും ഒരേ കമ്പനിയാണ് നടത്തണത്, ബിസിനസ് പാർട്ട്നേഴ്സ് ആണ്. അപ്പോ ഇറ്റ് സീംസ് ഇവര് രണ്ടുപേരും ജോലിക്ക് ഒരുമിച്ച് പോവും, തിരിച്ച് ഒരുമിച്ച് മടങ്ങുമ്പോ അമ്മായിയമ്മ പറയുന്നു അവരുടെ വീട്ടിലുള്ള മെയ്ഡിന്റെ അടുത്ത്, ഭയ്യാക്കോ പാനി പിലാവോ എന്നുവെച്ചാല് ചേട്ടന് വെള്ളം കൊടുക്ക്, ഓഫീസിൽ നിന്ന് വന്നിരിക്കുകയാണെന്ന്. സാഡ്ലി ഇവളും അവളുടെ ഭർത്താവും ഒരേ ജോലിക്ക് തന്നെയാണ് പോണത്, ഒരേ ഓഫീസിൽ നിന്ന് തന്നെയാണ് മടങ്ങി വരുന്നത്. ഒരിക്കലും ദീദിക്കോ പാനി പിലാവോ ഒന്നും വരില്ല എന്ന്. ചേച്ചിക്ക് വെള്ളം കൊടുക്കാൻ പറയില്ല, പക്ഷെ ഭയ്യാക്കോ എന്തായാലും ചേട്ടൻ എന്തായാലും വെള്ളം കിട്ടുന്നു. അപ്പോ അവൾ എൻ്റെ അടുത്ത് പറയണ്ടായി, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഒക്കെ പെണ്ണുങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു, പക്ഷെ വീട്ടുജോലിയിൽ നിന്ന് ഇതുവരെ മോചനം പെണ്ണുങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന്. എനിക്ക് ഓർമ്മ വരുന്നത് ഇന്ദിരാ നൂയിനെ കുറിച്ചിട്ടാണ്. ഷി വാസ് ദ ചെയർമാൻ ആൻഡ് CEO ഓഫ് അമേരിക്കൻ മൾട്ടിനാഷണൽ ഫുഡ് ആൻഡ് ബെവറേജസ് കോർപ്പറേഷൻ. ഷി വാസ് ഏതോ ഒരു വലിയൊരു മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിട്ട് വീട്ടിലോട്ട് തിരിച്ചു വന്നപ്പോ അവരുടെ അമ്മ ആദ്യം ചോദിച്ച ക്വസ്റ്റ്യൻ വന്നിട്ട്, പാല് വാങ്ങിച്ചോ നീന്ന്. അപ്പോ ഇവര് പറഞ്ഞു, ഇല്ല അമ്മ, എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞപ്പോ, എന്ത് നല്ല കാര്യം ചീത്ത കാര്യം ആയാലും എനിക്ക് അറിയണ്ട, അത്യാവശ്യമായിട്ട് പാലാണ് ഇവിടെ വേണ്ടത്, നീ പോയി പാല് വാങ്ങിച്ചോണ്ട് പോവാ. അപ്പോ എന്തായിരുന്നു ഈ പറഞ്ഞെന്ന്, അല്ല എന്റെ ഹസ്ബൻഡ് എന്തായാലും തിരിച്ചു വരുന്നുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ അടുത്ത് പാല് വാങ്ങിച്ചോണ്ട് പറയാന്ന് പറഞ്ഞപ്പോ ഇന്ദിരാനൂയിയുടെ അമ്മ പറഞ്ഞെന്ന്, അതൊന്നും പറ്റില്ല, പാല് നീ തന്നെ വാങ്ങിച്ചോണ്ട് വരണം എന്ന്. എന്റെ ബിൽഡിങ്ങില് ഇതേമാതിരി തന്നെ ഇസ്തിരി ഇടാൻ ഒരു തമിഴ്നാട്ടിൽ നിന്ന് ഒരു കപ്പിളാണ് ഇവിടെ വന്ന് ചെയ്യാറ്. അപ്പോ അവര് വന്നിട്ട് ഈ സ്ത്രീ കാലത്ത് 4 മണിക്ക് എഴുന്നേറ്റ് വീട് വൃത്തിയാക്കി കുക്കിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കുട്ടികളൊക്കെ സ്കൂളിലോട്ട് അയച്ചതിന് ശേഷമാണ് ഹസ്ബൻഡ് എഴുന്നേറ്റ് വരികയാണ്. എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ലഞ്ചും പാക്ക് ചെയ്ത് അവര് ഓരോ സ്ഥലത്തിലോട്ടും പോവും ഇങ്ങനെ ഇസ്തിരിയിടാൻ. ആൻഡ് അയാൾ എത്ര ഇസ്തിരി ഇടുണ്ടോ അത്രയും തന്നെ ഇസ്തിരി ഈ സ്ത്രീയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് അവര് വൈകുന്നേരം വീട്ടിലോട്ട് പോകുമ്പോ അവിടെ what is waiting for her is a cart load of work. പാത്രം കഴുകണം, കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്ന്
കഴിയുമ്പോൾ എല്ലാ തുണിയും എടുത്ത് അലക്കണം, അത് കഴിഞ്ഞ് ഡിന്നർ ഉണ്ടാക്കണം, എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാണ് വീട് വൃത്തിയാക്കിയിട്ടാണ് അവർ കിടന്ന് ഉറങ്ങണത്. ഞാൻ ചോദിച്ചു എന്തേ ഹസ്ബൻഡ് ഹെൽപ്പ് ചെയ്യില്ലേന്ന്. അപ്പോ അവളെന്റെ അടുത്ത് പറഞ്ഞ എന്താന്ന് വെച്ചാല് ഹസ്ബൻഡ് ഭയങ്കര ടയേർഡായിരിക്കുന്നത്. അപ്പൊ അയാള് പുറത്തു നിന്ന് ബീഡിയും വലിച്ച് ഫ്രണ്ട്സ് ആയിട്ട് സംസാരിച്ചിട്ട് നിൽക്കുന്നുണ്ടാവുന്നു. അപ്പൊ ഇവള് ആഹാരം കഴിക്കാൻ വിളിച്ചാല് വന്ന് കഴിച്ച് കിടന്നുറങ്ങാറാണ് പതിവ് എന്ന്. So whichever strata of society it be, what I am noticing is ഈ സ്ത്രീകള് എത്ര തന്നെ പൈസ ഉണ്ടാക്കിയാലും ഇല്ലേലും അവര് വീട്ടിൻ്റെ അകത്ത് കയറിക്കഴിഞ്ഞാൽ ഭാര്യയാണ്, അമ്മയാണ്, വീട് മുഴുവൻ ക്ലീൻ ചെയ്യേണ്ടതും കുക്ക് ചെയ്യേണ്ട ആൾക്കാരായിട്ടാണ് ഇപ്പോഴും ഇന്ത്യയിലെങ്കിലും മനുഷ്യര് കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ കുക്കിങ്ങും ക്ലീനിങ്ങും സ്ത്രീകളുടെ മാത്രം ഉത്തരവാദിത്വമാണോ? ഒരിക്കലല്ല. എന്ന് വെച്ചാല് ഈ കുക്കിംഗ് ആൻഡ് ക്ലീനിങ് എന്ന് പറയുന്നത് ബേസിക് സർവൈവൽ സ്കില്ലാണ്. സ്കില്ല് എന്ന് വെച്ചാൽ എന്താണ്? അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. ഇപ്പോൾ നിങ്ങൾക്ക് കുക്കിംഗ് അറിഞ്ഞാല് ഹോട്ടലിൽ പോയി കഴിക്കണ്ട, വീട്ടിൽ തന്നെ നിങ്ങൾക്ക് പാചകം ചെയ്യാൻ പറ്റും. ആൻഡ് യു സേവ് എ ലോട്ട് ഓഫ് മണി. ക്ലീനിങ് ഇപ്പൊ സ്വന്തമായിട്ട് തുണി തിരുമാൻ അറിഞ്ഞാൽ പുറത്തൊന്നും ഡ്രൈ വാഷൊന്നും കൊടുത്ത് കാശൊന്നും കളയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഈ കുക്കിംഗ് ആൻഡ് ക്ലീനിങ് എന്ന് പറയുന്നത് സ്ത്രീയുടെ മാത്രം ഉത്തരവാദിത്വമല്ല, ഒരു ബേസിക് സർവൈവൽ സ്കില്ലാണ്. ഇപ്പോൾ ഇത് രണ്ടും നമ്മൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ I think it will be very easy for the present generation to understand that ആണായാലും പെണ്ണായാലും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഈ കുക്കിങ്ങും ക്ലീനിങ്ങും. അപ്പോൾ എല്ലാവരും അത് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. കല്യാണം കഴിഞ്ഞാലും അവനവന്റെ കാര്യങ്ങൾ അവനവൻ നോക്കിയാൽ ഇതുമാതിരത്തെ കോടതിയിൽ കേസൊന്നും പോവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ള റിലേഷൻ വെറും ലവ് മാത്രമല്ല, there should be respect in it. അല്ലെ? ഇറ്റ് ഈസ് റിയലി സാഡ്. കോടതിക്ക് റിമൈൻഡ് ചെയ്യേണ്ടി വന്നു that marriage is between two individuals who should be equal and respected. വരും തലമുറ ഈ കുക്കിങ്ങും ക്ലീനിങ്ങും ബേസിക് സ്കിൽ സെറ്റ് ആയിട്ട് ആക്സെപ്റ്റ് ചെയ്ത് പ്രൊസീഡ് ചെയ്യും എന്നുള്ളൊരു വിശ്വാസത്തോടെ ഞാൻ നിർത്തുന്നു. ഭാര്യ ഭർത്താവിൻ്റെ വേലക്കാരിയല്ല, മറിച്ച് ജീവിത പങ്കാളിയാണ്. അതുകൊണ്ട് തന്നെ ഈ പങ്കാളിത്തം എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകേണ്ടതാണ്. ഈ വിധിന്യായവും പറയുന്നത് മറ്റൊന്നല്ല. ഏതായാലും കാലം മാറിയെന്നും മാന്യമായ പെരുമാറ്റവും തുല്യമായ പരിഗണനയും ഓരോ പങ്കാളിയും അർഹിക്കുന്നുണ്ടെന്നുമൊക്കെയുള്ളതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാകട്ടെ ഈ വിധി. നിർവഹണം റിയ. സഹായം TP വിവേക്. സമകാലികം.